സംഘർഷഭരിതമായ മണിപ്പൂരിൽ സൈന്യം ഓപ്പറേഷൻ തുടങ്ങിയെന്നുള്ള വാർത്തയാണ് ഏറ്റവും പുതിയതായി മണിപ്പൂരിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നത്. ചുരാപുഞ്ച് ജില്ലയിലെ മുസാങ് ഉൾപ്പെടെ ഉള്ളിടത്ത് തീവ്രവാദികളുടെ ബങ്കറുകൾ സൈന്യം തകർത്തു തുടങ്ങിയെന്നുള്ള വാർത്തയാണ്. 3 ബങ്കറുകളാണ് തകർത്തതായിട്ടുള്ള വാർത്ത വരുന്നത്. കഴിഞ്ഞ ദിവസം ബിഷ്ണാപൂരിൽ തീവ്രവാദികളുടെ റോക്കറ്റ് ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു. അവിടെ ബിഷ്ണാപൂരിലും സൈന്യത്തിൻ്റെ വലിയ ഓപ്പറേഷൻ. ആ സൈന്യത്തിനോടൊപ്പം തന്നെ പോലീസ് സേനയും ഈ ഓപ്പറേഷനിൽ പങ്കെടുക്കുന്നുണ്ട്. പോലീസ് സേന സ്ഥലത്തെത്തിയതോടെ തീവ്രവാദികൾ വെടിവെച്ചുവെന്നും പോലീസ് സേന ശക്തമായി തിരിച്ചടിച്ചു എന്നുള്ള വാർത്തകളും പുറത്തുവരുന്നു. ഏതു സാഹചര്യവും നേരിടാൻ പോലീസിന് നിർദ്ദേശം നൽകിയതായിട്ടാണ് പുറത്തുവരുന്ന വിവരം. അതായത് സംശയകരമായ സാഹചര്യത്തിൽ കണ്ടാലും ആ സമയം തന്നെ വെടിവെക്കാനുള്ള ഉത്തരവടക്കം പോലീസിന് നൽകിക്കൊണ്ട് സൈന്യം മണിപ്പൂരിൽ വലിയ രീതിയിലുള്ള ഒരു ഓപ്പറേഷനാണ്. കാരണം ഇതിപ്പോൾ ഒരു തീവ്രവാദത്തിൻ്റെ ലൈനിലേക്കാണ് കാര്യങ്ങൾ കഴിഞ്ഞ് കുറേ നാളുകളായി പോകുന്നത്. ഡ്രോൺ ഉപയോഗിച്ചുള്ള ആക്രമണം, ഒപ്പം തന്നെ ഈ റോക്കറ്റുകൾ പ്രാദേശികമായി നിർമ്മിക്കുന്ന റോക്കറ്റുകളും മിസൈലുകളും മറ്റും ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം, പരസ്പരമുള്ള വെടിവെപ്പ്, ഇങ്ങനെ ആയുധമെടുത്ത് മുൻപോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ തീവ്രവാദികളെ എങ്ങനെയാണോ നേരിടുന്നത് അതുപോലെ തന്നെ നേരിടാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് സേനയും പോലീസും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.